തൃത്താലയിൽ എസ്ഐയെ വാഹനമിടിച്ച് കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികളായ അലൻ, അജീഷ് എന്നിവരെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മദ്യപിച്ച ശേഷം വിശ്രമിക്കാനാണ് വെള്ളിയാങ്കലിൽ രാത്രി എത്തിയതെന്ന് പ്രതികളുടെ മൊഴി. എന്നാൽ ഇത് വിശ്വാസയോഗ്യമല്ലെന്ന് ഷൊർണൂർ ഡിവൈഎസ്പി ഹരിദാസ്. സംഭവസ്ഥലത്ത് ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി. വാഹനമോടിച്ചിരുന്ന 19-കാരൻ ഞാങ്ങാട്ടിരി സ്വദേശി അലൻ, സുഹൃത്ത് ഒറ്റപ്പാലം സ്വദേശി അജീഷ് എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. ഒളിവിൽ പോയ ഒന്നാം പ്രതി ഞാങ്ങാട്ടിരി സ്വദേശി അലനെ പട്ടാമ്പിയിൽ നിന്ന് ഞായറാഴ്ച ഉച്ചയോടെയും ഒറ്റപ്പാലം സ്വദേശി അജീഷിനെ തൃശൂരിലെ ലോഡ്ജിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ഉച്ചയോടെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ദൃക്സാക്ഷികളായ പോലീസ് ഉദ്യോഗസ്ഥരും നടന്ന സംഭവം ഡിവൈഎസ്പിയുമായി വിശദീകരിച്ചു. രാത്രിയിൽ മംഗലത്ത് മദ്യപിക്കാനെത്തിയതായിരുന്നു എന്നാണ് പ്രതികളുടെ മൊഴി. പോലീസ് അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പിടിക്കപ്പെടാതിരിക്കാനാണ് എസ്ഐയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം കാറുമായി വെട്ടിച്ചു കടന്നു കളഞ്ഞതെന്നും ഇതിനിടയിലാണ് മതിൽ തകർന്നതെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ ഇത് വിശ്വാസയോഗ്യമല്ലെന്നും ഒന്നാം പ്രതി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണെന്നും കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ഷൊർണൂർ ഡിവൈഎസ്പി ഹരിദാസ് പ്രതികരിച്ചു. ഇവരെന്തിനാണ് ഇവിടേക്ക് എത്തിയെന്നാണ് മൊഴി പറയുന്നത്. ഇവര് മദ്യപിച്ചതിന് ശേഷം പറയുന്നത് ഇവരെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വന്നു എന്നാണ് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മളെ ഇതില് ഒന്നാം പ്രതി ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളാണ്. അത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ലഹരി ഉപയോഗിച്ച ഫോൺ നമ്മൾ കസ്റ്റഡി എടുത്തിട്ട് പരിശോധന നടത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഈ അജീഷ് പറഞ്ഞ ബന്ധം എങ്ങനെയാണ്? ഇവരുടെ സുഹൃത്താണ് പറഞ്ഞത്. തൃശ്ശൂർക്കാരാണ്, ചേലക്കരക്കാരാണ്. ഡ്രൈവറായിട്ടാണ്. 1 വർഷമായിട്ടുള്ള ബന്ധമുണ്ട്. 1 വർഷത്തോളമായുള്ള സൗഹൃദമാണ് അജീഷുമായി അലനുള്ളതെന്ന് പോലീസ് പറഞ്ഞു. അലന്റെ വീട്ടിലെ CCTVയും പ്രതികളുടെ മൊബൈൽ ഫോണുകളും മറ്റും പരിശോധിക്കുമെന്നും പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചവർക്കായുള്ള അന്വേഷണവും ഊർജിതമായി തന്നെ മുന്നോട്ടു പോകുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഡിവൈഎസ്പിക്ക് പുറമെ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ചാലിശ്ശേരി SHO സതീഷ് കുമാർ, തൃത്താല SHO VV വിമൽ എന്നിവരടങ്ങുന്ന സംഘമാണ് തെളിവെടുപ്പിൽ ഒപ്പമുണ്ടായിരുന്നത്. 2 പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പരിക്കേറ്റ തൃത്താല SI ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ 3-ാം ദിവസവും ചികിത്സയിൽ തുടരുകയാണ്. NCV ന്യൂസ്, തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.